സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അധ്യായം 12. കവലയിൽ ബസ് ചെന്ന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ നോട്ടം അച്ഛൻ്റെ കടയിലേക്ക് വീണു. അത് അടഞ്ഞു കിടന്നിരുന്നു. കട തുറക്കാൻ സമയമായിട്ടുണ്ടാവില്ല. അച്ഛൻ പുറപ്പെടാൻ തയ്യാറാവുകയാവും ഇപ്പോൾ. മണി എത്രയായിട്ടുണ്ടാവുമെന്ന് ഓർത്തു. നേരം നന്നേ പുലർന്നിരിക്കുന്നു. തിരക്കില്ലെങ്കിലും കവലയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു വാച്ചില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല. കഴിയുമെങ്കിൽ മടങ്ങിപ്പോകുന്നതിനകം ഒന്ന് സ്വന്തമാക്കണം. ശമ്പളം വാങ്ങിയ തുകയിൽ മെസ് ഫീയും വാടകയും കൊടുത്തതിൻ്റെ ബാക്കി അതേപടി പേഴ്സിലുണ്ട്. വാച്ചിൻ്റെ കാര്യം അച്ഛനോട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? 10-200 രൂപയെങ്കിലും വേണ്ടിവരുമെന്ന് തോന്നുന്നു. കയ്യിലുള്ള രൂപ മടക്കയാത്രയ്ക്കുള്ളത് മാറ്റിവെച്ച് ബാക്കിയുള്ള തുക കൊണ്ട് കാര്യം ഒപ്പിക്കണം. ഇന്ദുവിൻ്റെ കൈത്തണ്ടയിലുള്ളതുപോലെ ഒന്ന് മതി. അത്യാവശ്യം സമയം അറിയണം, അത്രയേ വേണ്ടൂ. ടൗണിലെ ബസ് സ്റ്റേഷനിൽ തനിക്ക് വേണ്ടി ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ 10-20 തവണയെങ്കിലും ഇന്ദുവിൻ്റെ വാച്ചിൽ സമയം നോക്കേണ്ടി വന്നത് ഓർത്തുപോയി. കിട്ടുന്നതൊക്കെ വീട്ടിലേക്ക് അയക്കാതെ ആദ്യം ഒരു വാച്ച് വാങ്ങാൻ നോക്ക് ദരിദ്രവാസി. അവൾ ചെവിയിൽ സ്വകാര്യമായി പറയാതിരുന്നില്ല. വാങ്ങണം. പിരിച്ചുവിടുമ്പോൾ ഇതൊക്കെയേ ഉണ്ടാവുള്ളൂ സമ്പാദ്യമായി. വാച്ചും കുടയും ചെരുപ്പും ബാഗുമൊക്കെ. ഒട്ടൊരു തമാശ കലർത്തിയാണ് ഇന്ദു ആ വാക്കുകൾ ഉരുവിട്ടത്. മനസ്സൊന്ന് പൊള്ളിയെങ്കിലും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചപ്പുറത്ത് ഇരുന്നിരുന്ന സാബുവേട്ടനും കാര്യമറിയാതെ ചിരിച്ചു. ഇന്ദു എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ആൾ ഊഹിച്ചിട്ടുണ്ടാവും. ബസ് സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ കിഴക്ക് വെള്ള വീശി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം പുറപ്പെട്ട ലോക്കൽ ബസ് ഇന്ദുവിനും സാബുവേട്ടനും ഉള്ളതായിരുന്നു. എന്നിട്ടും അവർ തനിക്കുള്ള ബസ് സ്റ്റാൻഡിൽ പിടിക്കുന്നതുവരെ കാത്തുനിന്നു. പോയിക്കൊള്ളാൻ താൻ നിർബന്ധിച്ചിട്ട് കൂടി അവൾ കൂട്ടാക്കിയില്ല. ഇത്രയിടം നിനക്ക് കൂട്ടുവരാമെങ്കിൽ സുരക്ഷിതമായി നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള ചുമതല കൂടി ഞങ്ങൾക്കുണ്ട്, ഇല്ലേ സാബുവേട്ടാ? ഇന്ദുവിൻ്റെ ചോദ്യം കേൾക്കാത്ത താമസം സാബുവേട്ടൻ തലയാട്ടി. ഒപ്പം ആ പതിവ് ചിരിയും. ഒരൊറ്റ രാത്രിയിലെ സഹവാസം കൊണ്ട് അവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ സ്വഭാവം തനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ ബന്ധത്തിന് ഇങ്ങനെയൊരു കൈവഴിയുണ്ടെന്ന് ഇന്ദു ഒരു സൂചന പോലും നൽകിയിരുന്നില്ലെന്നോർത്തു. യാത്രയിൽ അയാൾ ഒപ്പമുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും താൻ ഇന്ദുവിൻ്റെ സഹായത്തിന് അഭ്യർത്ഥിക്കുമായിരുന്നില്ല. വസുമതി ചേച്ചിയെ ആശ്രയിച്ചാൽ മതിയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. നാട്ടിലേക്കുള്ള യാത്ര എങ്ങനെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ചേച്ചിയുടെ കത്ത് ഒരുപാട് വൈകിയാണ് കിട്ടിയത്. അതിനു മുമ്പ് തന്നെ എല്ലാം തീരുമാനിച്ചുകൊണ്ടുള്ള ഇന്ദുവിൻ്റെ നിർദ്ദേശങ്ങൾ താൻ കൈപ്പറ്റിയിരുന്നു. ഇരുട്ട് വീഴുന്നതിനു മുമ്പ് നീ ബസ് സ്റ്റേഷനിൽ വന്നിരിക്കണം. നിന്നെ അന്വേഷിച്ച് ആ ലോഡ്ജിലേക്കൊന്നും വരാൻ എന്നെ കിട്ടില്ല. അല്ലെങ്കിലും ആ പട്ടിക്കാട്ടിലേക്ക് ഇരുട്ടത്ത് വരാൻ ആരെക്കൊണ്ടാ കഴിയുക? കൃത്യം 8:35 ബസ്. ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് ഒന്നിച്ചാവാം അത്താഴം. അങ്ങനെ ഒരു കത്ത് സാബുവേട്ടനും കിട്ടിയിട്ടുണ്ടാവാം. ടിക്കറ്റ് റിസർവ് ചെയ്തതൊക്കെ സാബുവേട്ടനാണെന്ന് ബസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാണ് മനസ്സിലാകുന്നത്. ടൗണിനടുത്ത് എവിടെയോ ആണ് അയാൾ ജോലി ചെയ്തിരുന്ന സ്കൂൾ. യാത്രയിലുടനീളം സ്വർഗത്തിലെ കട്ടുറുമ്പാവുകയായിരുന്നു താൻ. ഇനി എന്തായാലും മടക്കയാത്ര വസുമതി ചേച്ചിയോടൊപ്പം മതി. സ്വയം അറിഞ്ഞുകൊണ്ട് ഇനി അവർക്കൊരു ശല്യമാകേണ്ട. മനസ്സിൽ ഒരു കൂട്ടം ചോദ്യങ്ങളുണ്ട് ഇപ്പോഴും. പ്രാരാബ്ദങ്ങളുടെ നടുവിലാണ് ഇന്ദു. പ്രായത്തിൽ മൂത്ത ഒരു സഹോദരി ഇപ്പോഴും അവിവാഹിതയായി നിൽക്കുന്നു. ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. ഇന്ദുവിനേക്കാൾ 3-4 വയസ്സിൻ്റെ മൂപ്പുണ്ട്. ഇളയതും 2 പെൺകുട്ടികളാണ്. കോളേജിലും സ്കൂളിലും ഒക്കെയാണ് അവർ. പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടുന്ന ഒരു കുടുംബം. പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളൊക്കെ വിറ്റുമുടിച്ചു. മക്കളുടെ ഭാവിയെക്കുറിച്ച് അമ്മയും ഓർത്തില്ല. അച്ഛൻ്റെ ആർഭാട ജീവിതത്തിന് അവരും കൂട്ടുനിന്നു. ശങ്കരനൊത്ത ചക്കി അതേക്കുറിച്ച് പറയുമ്പോൾ ഇന്ദുവിന് പ്രത്യേകമായ ഒരു ശൈലിയുണ്ടാവും. കുടുംബത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോഴൊക്കെ അവളുടെ വാക്കുകളിൽ അമർഷം പതഞ്ഞു പൊങ്ങും. മായയ്ക്കറിയോ, ഒന്നും വിറ്റുപോവാതിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരുമായിരുന്നില്ല. പ്രഭുകുമാരിമാരായി വാഴേണ്ടവരാ ഞാനും ചേച്ചിയും ഒക്കെ. അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമില്ലാഞ്ഞിട്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
താൻ സമാധാനപ്പെടുത്താൻ വ്യഥ ശ്രമിച്ചു. ഇല്ലാതാക്കിയതാണ് ആ യോഗം. ഇപ്പോ അച്ഛന് മനസ്താപമുണ്ട്. മച്ചിലേക്ക് നോക്കി കഴിഞ്ഞതൊക്കെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത് കാണാം. അവൾ ഒരിക്കലും ആ മനുഷ്യന് മാപ്പ് കൊടുക്കില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ആ തോന്നലിന് ആക്കം കൂടിയിരിക്കുന്നു. ജന്മം തന്നവരോടുള്ള പ്രതികാര മനോഭാവമാവും സാബുവേട്ടനെ ഒരു തണൽമരമാക്കാൻ ഇന്ദുവിനെ പ്രേരിപ്പിക്കുന്നതെന്ന് തീർച്ച. അല്ലെങ്കിൽ ഒരിക്കലും അവളുമായി ഒരു ചേർച്ചയുമില്ലാത്ത മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങാൻ ആ മനസ്സ് ഒരുങ്ങില്ല. 10-30 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും അയാൾക്ക്. നീണ്ടു മെലിഞ്ഞ രൂപം. ഇന്ദുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിറവും നന്നേ കുറഞ്ഞിട്ടാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ചേർച്ചക്കുറവ് ആർക്കും തോന്നാം. ഈ ഇന്ദുവിന് എന്താണ് പറ്റിയത്? അല്ലെങ്കിലും മനസ്സെന്ന പ്രതിഭാസത്തെക്കുറിച്ച് തനിക്കിപ്പോഴും വ്യക്തമായ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നോർത്തു. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് തന്റെ മനസ്സും പാഞ്ഞു പോകുന്നത് ആരുടെ സവിധത്തിലേക്കാണ്? ഇന്ദുവിന് ആരോടും പറഞ്ഞു നിൽക്കാം. അവൾ കണ്ടെത്തിയ പുരുഷൻ സുമുഖനും സുന്ദരനുമല്ലെന്നേയുള്ളൂ. പക്ഷേ വിജാതീയനല്ല. തനിക്കോ? ചിന്ത അവിടെ വരെ എത്തിയപ്പോഴേക്കും സ്വയം അറിയാതെ തല കുടഞ്ഞുപോയി. ഈശ്വര, തനിക്കെങ്ങനെ ഈ മട്ടിലൊക്കെ ചിന്തിക്കാനാകുന്നു? ഉള്ളിൽ മുള പൊട്ടിയ പുതിയ നാമ്പുകൾ നുള്ളിക്കളയാൻ എത്ര ശ്രമിച്ചതാണ്. ഭാവിയിൽ വികലമാകാൻ സാധ്യതയുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് കൺമുമ്പിലുള്ളതെന്ന് 100,000 ആവർത്തി ഉള്ളം ഉരുവിട്ടതോർക്കുന്നു. പക്ഷേ കഴിയുന്നില്ല. താൽക്കാലികമായ ഈ വിരഹം പോലും മനസ്സിനെ നുള്ളി നോവിച്ചുകൊണ്ടിരിക്കുന്നു. വരുന്ന വഴിയോ? സ്ഥലകാല ബോധമുണർത്തിയത് ആ ചോദ്യമാണ്. മുന്നിൽ അയൽ വീട്ടിലെ ശുഭ ചായക്കടയിലേക്ക് പാൽ കൊടുക്കാൻ പോകുന്ന വഴിയാണ്. ഓവ്, സുമ പറഞ്ഞിരുന്നു ചേച്ചി ഇന്ന് വരുമെന്ന്. നടപ്പ് തുടരുന്നതിനു മുമ്പ് അവൾ പറഞ്ഞു. ഇരുവരും കളിക്കൂട്ടുകാരാണ്. പഠിക്കുന്നതും ഒരേ ക്ലാസ്സിൽ. പടി കടക്കുന്നതിനു മുമ്പേ ഉമ്മറത്തെണ്ണയിലിരിക്കുന്ന അച്ഛനെ കണ്ടു. ഉറക്കമുണർന്ന വേഷത്തിലാണ് ആൾ. തന്നെ കണ്ടപാടെ അച്ഛൻ എഴുന്നേറ്റു വന്നു. ആ മുഖം പ്രഫുല്ലമാണ്. മോളെ ഇത്ര നേരത്തെ ഇങ്ങെത്തിയല്ലോ. സമാധാനമായി. ആ സ്വരത്തിലും ആശ്വാസത്തിന്റെ തണുപ്പ്. അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അച്ഛന് വന്ന മാറ്റം കണ്ണിൽപ്പെട്ടത്. മുഖത്തെ നരച്ച താടി രോമങ്ങൾ പ്രായാധിക്യം വിളിച്ചു പറയുന്നു. താൻ ഒടുവിൽ കണ്ടതിനേക്കാൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. ശരീരം നന്നേ ശോഷിച്ചതുപോലെ. നെഞ്ചിൻ കൂട് തെളിഞ്ഞു കാണാം. എന്താ അച്ഛാ ഇങ്ങനെ മോശമായിരിക്കുന്നേ? അസുഖം വല്ലതും? വാക്കുകൾ ശിഥിലമായി. എനിക്കൊന്നുമില്ല മോളെ. ഒരു വരണ്ട ചിരി ആ മുഖത്ത് വിടർന്നു. സംസാരം തുടരാനായില്ല. ഉമ്മറത്തെണ്ണയിലേക്ക് ഓടിയിറങ്ങി വന്ന ശ്യാം ഒരു നിമിഷം നിശ്ചലനായി നിന്നു. ആ കണ്ണുകൾ തന്നെ അടിമുഴി ഒഴിയുന്നു. നിമിഷങ്ങൾ. ഒരു കാറ്റെന്നവണ്ണം ശ്യാം ഓടിയിറങ്ങി വന്നു. വട്ടം ചുറ്റി പിടിച്ചു. അവനെ കോരിയെടുക്കുന്നതിനിടയിൽ തോളിലുണ്ടായിരുന്ന എയർ ബാഗ് അച്ഛൻ കയ്യിൽ വാങ്ങി തിരിച്ചു വെച്ചു. അപ്പോഴാണ് അത് കണ്ടത്. അച്ഛൻ ഇരുന്ന ഇടത്തിനടുത്ത് ബീഡിയിലകളും കത്രികയുമായി ഒരു മുറം. ഉറക്കമെഴുന്നേറ്റിരുന്ന് അച്ഛൻ ബീഡി തെറുക്കുകയായിരുന്നോ? ഒരിക്കലും പതിവുണ്ടായിരുന്നതല്ലല്ലോ. ഒരു കൂട്ടം ചോദ്യങ്ങൾ നാവിൻ തുമ്പിലേക്ക് ഇരച്ചു വരുന്നതാണ്. അച്ഛമ്മയും സുമയും ദേവിയുമൊക്കെ ഇറങ്ങി വന്നിരുന്നു. അപ്പോഴേക്കും ആഹ്ലാദത്തിന്റെ ജ്വലനമുണ്ട് എല്ലാ മുഖങ്ങളിലും. സുമയ്ക്കും ദേവിക്കും ഒന്നും വലിയ മാറ്റങ്ങളില്ല. അച്ഛമ്മ ക്ഷീണിച്ചിരിക്കുന്നു. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അവർ പടുവൃദ്ധയായതുപോലെ. ശരീരം ഒന്നുകൂടി മുന്നോട്ട് വളഞ്ഞിരിക്കുന്നു. ശ്യാമിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുന്നതിനിടയിൽ ആദ്യം നോട്ടം ചെന്ന് വീണത് ഉമ്മറത്തിരുന്ന കണ്ണാടി അലമാരയിലാണ്. അച്ഛന്റെ കടയിലുണ്ടായിരുന്ന ആ പഴയ ചുവരലമാര. ഓർമ്മ വെച്ച നാൾ മുതൽ താൻ കണ്ടു തുടങ്ങിയത്. ഹൃദയം ഒന്ന് പിടച്ചുവോ? നോട്ടം അലമാരയിലേക്കും അച്ഛന്റെ മുഖത്തേക്കും മാറി മാറി വീണു. തന്റെ ചുറ്റിലുമുണ്ടായിരുന്നവരിലെല്ലാം പൊടുന്നനെയാണ് മ്ലാനത പടർന്നു കയറിയതെന്നറിഞ്ഞു. അസുഖകരമായ ഒരു മൗനം നിമിഷങ്ങളോളം. ശ്യാമിന്റെയും സുമയുടെയും ശ്രദ്ധ തലേന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ടൗണിൽ നിന്നും താൻ വാങ്ങിവെച്ച വറുത്ത കായയുടെ പാക്കറ്റിലാണ്. ഇറയത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ബാഗ് തുറന്ന് അതെടുത്തു കൊടുത്തിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ചോദിക്കാതിരിക്കാനായില്ല. അലമാര എന്താ ഇങ്ങ് കൊണ്ടുവന്നേ? ദേവിയാണ് മൗനം ഭഞ്ജിച്ചത്.
കട ഒഴിഞ്ഞു കൊടുത്തു ചേച്ചി. മനസ്സാകെ വിറങ്ങലിക്കുകയാണെന്ന് തോന്നി. 2 ആഴ്ചയായി മോളെ. നീ വരുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് വെച്ചു. അതാ എഴുതാതിരുന്നത്. സംസാരിക്കാനുള്ള ശേഷി അച്ഛനും കിട്ടിയിരിക്കുന്നു. വിസ്ഫോടനമുണ്ടാക്കുന്ന എന്തോ ഒന്ന് ശിരസിൽ വന്ന് വീഴുകയാണെന്ന് കരുതി. കൺമുന്നിൽ തെളിഞ്ഞു വന്നത് തിണ്ണയിലിരുന്ന ആ മുറിവും ബീഡിയിലകളുമാണ്. ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിരുന്നു. ഓർക്കാപ്പുറത്തുണ്ടായ ഒരു വിപത്താണെന്ന് പറയാൻ വയ്യ. ഏതോ ഒരു കത്തിൽ ദേവി സൂചിപ്പിച്ചിരുന്നു, കടയുടമസ്ഥൻ സ്ഥലം ആർക്കോ വിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന്. പക്ഷേ അതിനിങ്ങനെയൊരു പര്യവസാനം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈശ്വര, തന്റെ കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയാണ് കൈവിട്ടു പോയിരിക്കുന്നത്. ഒഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് ദേവിയും അച്ഛനും കൂടി വിശദീകരിച്ചു തന്നു. കടയുടമയ്ക്ക് പുര നിറഞ്ഞു നിൽക്കുന്ന പെൺമക്കളുടെ വിവാഹം നടത്തണം. 2 പേരാണ് കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്നത്. ഗൾഫിൽ നിന്നും വന്നു നിൽക്കുന്ന ആരോ സ്ഥലം വാങ്ങാൻ ഒരുക്കമാണ്. പക്ഷേ കടകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഒഴിപ്പിച്ചു കൊടുക്കണം. നിലം പതിക്കാറായ പഴയ കെട്ടിടം ഇടിച്ചു നിരത്തി 2 നില പണിയാനാണ്. താഴെ ഒറ്റമുറി കടകളും മുകളിൽ ബാങ്കിനോ ഓഫീസിനോ കൊടുക്കാവുന്ന സൗകര്യത്തിലുമാണ് പ്ലാൻ കൊടുത്തിരിക്കുന്നത്. നിസ്സാരമായ തുക നഷ്ടപരിഹാരമായി കൊടുത്താണ് അച്ഛനെയും മറ്റുള്ളവരെയും ഒഴിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി വാടക ചീട്ടൊക്കെ എഴുതിയിരുന്നത് കൊണ്ട് അവകാശങ്ങൾ ഉന്നയിക്കാനൊന്നും ആർക്കും കഴിഞ്ഞില്ല. ആദ്യം ഇറങ്ങിക്കൊടുത്തത് അച്ഛനാണ്. അത് കാരണം മറ്റു കടക്കാർക്കും നിൽക്കക്കള്ളി ഇല്ലാതായി. തർക്കിച്ചു നിന്നിരുന്നുവെങ്കിൽ എന്തെങ്കിലും കാര്യമായി കിട്ടിയേനെ. അച്ഛമ്മയ്ക്കും ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ എതിർപ്പ്. അർഹിക്കാത്ത മുതല് എന്തായാലും നമുക്ക് വേണ്ട. പോരാഞ്ഞ് പെമ്പിള്ളേരെ ഇറക്കി വിടുന്ന കാര്യത്തിനാ ദാസപ്പൻ ചേട്ടൻ സ്ഥലം വിൽക്കാൻ തന്നെ ഒരുങ്ങിയത്. അപ്പോ ഒരു തടസ്സം നിൽക്കാമെന്ന് വെച്ചാൽ അതിന്റെ ശാപം ഈ മക്കൾക്കും ഉണ്ടാവും. ആ മറുപടിക്ക് മുന്നിൽ അച്ഛമ്മയുടെ നാവടഞ്ഞു. ഇനി എന്താ ചെയ്യാ? സ്വയം അറിയാതെ വഴുതി വീണ ചോദ്യം ഉത്തരം കിട്ടാതെ വായുവിൽ തന്നെ തങ്ങി നിന്നു. ആർക്കും ഒരു പോംവഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു തൊഴിലൊന്നും ചെയ്ത ശീലം അച്ഛനുണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ അച്ചാച്ചന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ കടയാണ് കൈവിട്ടു പോയിരിക്കുന്നത്. സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിത്യവൃത്തിക്കുള്ളത് ഒപ്പിക്കാമായിരുന്നു. ഇനി ഈ വയസ്സുകാലത്ത് 5-6 പേരെ അച്ഛൻ എങ്ങനെ തീറ്റിപ്പോറ്റും? തനിക്ക് സ്ഥിരമായി ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഈ നഷ്ടം സഹിക്കാൻ കഴിഞ്ഞേനെ. പുതുതായി കിട്ടുന്നതിൽ ഒരു കട ചോദിക്കാമായിരുന്നില്ലേ അച്ഛന്? ഒരു രക്ഷാമാർഗം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചു. പകിടി കൊടുക്കണം മോളെ. 10,000 20,000 ഒക്കെ. നമ്മുടെ കയ്യിൽ എവിടുന്നാ പണം? നിസ്സഹായമായ ദൈന്യം നിറഞ്ഞ മറുപടി. ഇനി പണമുണ്ടാക്കി ചെന്നിട്ട് കാര്യമില്ല ചേച്ചി. താഴത്തെ 4 മുറികളും ആരൊക്കെയോ പറഞ്ഞു കഴിഞ്ഞു. ദേവി പറഞ്ഞു. കെട്ടിടം പൊളിച്ചതുപോലും ഇല്ലല്ലോ. അതിശയം തോന്നി. അങ്ങനെയൊക്കെയാ മോളെ ഇപ്പോ നടക്കുന്നത്. സ്ഥലം എഴുതുന്നതിനു മുമ്പ് തന്നെ കടകൾക്ക് അഡ്വാൻസ് കിട്ടിയെന്നാ കേട്ടത്. അച്ഛനിൽ നിന്നും ഒരു നെടുനിശ്വാസം ഉതിർന്നു വീണു. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചേർന്നതിന്റെ ആനന്ദമൊക്കെ ആരംഭത്തിൽ തന്നെ കെട്ടടങ്ങിയിരുന്നു. വീട്ടിലുണ്ടായിരുന്നവരുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. സുമയും ശ്യാമും മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഒന്നും പൊരുളറിയാതെ താൻ എത്തിച്ചേർന്നതിന്റെ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. അച്ഛൻ സദാനേരവും ബേഡിയിലകളും കത്രികയുമായി കഴിഞ്ഞുകൂടി. രാവേറി ചെല്ലുന്നത് വരെ ആ ഇരിപ്പ് നീണ്ടുപോകും. മണ്ണെണ്ണ വിളക്കിന്റെ ആ വെളിച്ചത്തിൽ കൂനിക്കൂടിയിരുന്ന് ബീഡി തെറുക്കുന്ന ആ രൂപം മനസ്സിനെ വല്ലാതെ നോവിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിന്റെ ദുർന്യയതയെക്കുറിച്ച് ഓർത്ത് ഉറക്കം വരാതെ തള്ളി നീക്കിയ രാവുകളുടെ തുടർച്ചയായിരുന്നു പിന്നീട്. അധ്യായം 13. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ മായേ? സൈനബുവിൻ്റെതായിരുന്നു കുശലാന്വേഷണം. പതിവ് പോലെ ഒക്കത്ത് കുഞ്ഞുമായി പടിപ്പുരയിൽ സൈനബു കാത്തു നിന്നിരുന്നു. തൊട്ടരികിൽ അയൂബും മുനീറും. ആ മുഖങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ യാത്രാക്ഷീണവും ഉറക്കച്ചടവുമൊക്കെ പമ്പ കടന്നു. സുഖം തന്നെ എല്ലാവർക്കും. ആത്മനൊമ്പരങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ച് താരിഖിന് നേരെ കൈനീട്ടുമ്പോൾ മിഴികൾ മറ്റൊരു മുഖം കൂടി പരതുകയായിരുന്നു. പൂമുഖത്തോ മാളികപ്പുരയിലോ എവിടെയെങ്കിലും ഒരു മടിയും കൂടാതെ താരിഖ് കൈകളിലേക്ക് വന്നു. 10 ദിവസത്തെ വിരഹമൊന്നും അവനെ തൊട്ടു തീണ്ടിയിരുന്നില്ല. മാർക്ക് വല്ലതും തന്നോ അയ്യൂബ്? ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു തന്റെ ചോദ്യത്തിൽ. ഇല്ല ടീച്ചറെ. മറുപടി തൽക്ഷണമുണ്ടായി.
കുഞ്ഞിനെയും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ എയർ ബാഗിൽ നിന്നും ബിസ്ക്കറ്റിന്റെ കവർ വലിച്ചെടുത്ത് മുനീറിനെ ഏൽപ്പിച്ചു. ഇങ്ങനെയൊരു രംഗം ഉണ്ടാവുമെന്ന് മടക്കയാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ കണ്ടിരുന്നു. രാവിലെ ബസ് ഇറങ്ങിയ ഉടനെ തന്നെ അങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തിനാ മായേ ഇതൊക്കെ? സൈനബു ചോദിക്കാതിരുന്നില്ല. കുട്ടികൾക്കാണ്, സൈനബു കഴിക്കണ്ട. ആ മുഖത്ത് നേരിയ ചിരി വിടർന്നു. ഓണപ്പലഹാരമൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല, വെറുതെ കൂട്ടിച്ചേർത്തു. പലഹാരമൊന്നും വീട്ടിലുണ്ടാക്കിയിരുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യം പറയാൻ ആത്മാഭിമാനം സമ്മതിച്ചില്ല. മായയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഉറക്കമൊഴിഞ്ഞിട്ടാവൂല്ലേ? ഉവ്, രാത്രി മൊത്തം ബസ്സിലായിരുന്നല്ലോ. എനിക്കതിലിരുന്ന് ഉറങ്ങാനും പറ്റിയില്ല. എന്നാൽ ചെല്ല്, വിശേഷങ്ങളൊക്കെ നാളെ പറയാം. എനിക്ക് പറയാൻ വിശേഷങ്ങളൊന്നുമില്ല സൈനബു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയ്. ആ മുഖം പൊടുന്നനെയാണ് വിവരണമായത്. എന്തോ പറയാൻ ഭാവിച്ചതുപോലെ അവൾ ഒട്ടുനേരം നിന്നു. ഇക്കാക്കാനെ കൊണ്ടുവന്നു ടീച്ചറെ, അയ്യൂബ് തികച്ചും സാധാരണ മട്ടിൽ പറഞ്ഞു. മനസ്സാകെ ഒന്നുലഞ്ഞതുപോലെ തന്റെ നോട്ടം സൈനബുവിന്റെ മുഖത്ത് തന്നെ തറഞ്ഞു നിൽക്കുകയും ചെയ്തു. എന്നു കൊണ്ടുവന്നു? വിസ്മയം അടക്കി വെക്കാനാകുന്നില്ല. 2 ദിവസം മുമ്പ്. സൈനബുവിന്റെ ചുണ്ടുകൾ അനങ്ങി. സുഖമുണ്ടോ ഇപ്പോൾ? ആശങ്കയുണ്ടായിരുന്നു ഉള്ളിൽ. എങ്ങും തൊടാതെ മട്ടിലൊരു മൂളലിൽ മറുപടി ഒതുക്കി അവൾ. കൂടുതലൊന്നും പറയാനുള്ള താല്പര്യമൊന്നും പ്രകടമായതുമില്ല. താൽക്കാലികമായി വിട പറഞ്ഞ് വേഗം ലോഡ്ജിലേക്ക് നടന്നു. എല്ലാവരും ഇതിനകം എത്തിയിട്ടുണ്ടാവും. ചിന്നമ്മയും നന്ദിനി ചേച്ചിയും 2-3 ദിവസത്തിനു മുമ്പ് തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് ആകെ 5 ദിവസമാണ് അവധി കിട്ടിയത്. മറ്റുള്ളവരൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ എത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. ഏറ്റവും ദൂരക്കൂടുതൽ തനിക്കാണെന്നോർത്തു. ഒരു രാവിന്റെയോ പകലിന്റെയോ ദൂരം. രാത്രി കുഞ്ഞമ്മാവനാണ് ബസ് സ്റ്റാൻഡ് വരെ കൂട്ടുവന്നത്. വസുമതി ചേച്ചിക്കും തനിക്കും സീറ്റ് റിസർവ് ചെയ്ത് തന്നതും അമ്മാവൻ തന്നെ. രാവിലെ ടൗണിൽ ബസ് ഇറങ്ങിയ ഉടനെ തന്നെ തന്നോട് യാത്ര പറഞ്ഞ് ചേച്ചി സ്ഥലം വിട്ടു. വത്സലയുടെ ലോഡ്ജായിരുന്നു തന്റെ ലക്ഷ്യം. ബാഗ് അവിടെ വെച്ച് അത്യാവശ്യം വേണ്ടുന്ന ദിനചര്യകളൊക്കെ നടത്തി നേരെ സ്കൂളിലേക്ക് ചെല്ലുകയായിരുന്നു. വത്സലയും അന്ന് രാവിലെയാണ് എത്തിച്ചേർന്നത്. ലോഡ്ജിന്റെ പടി കടക്കുമ്പോൾ ഉമ്മറത്ത് ചിന്നമ്മയുണ്ടായിരുന്നു. മായയുടെ കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കോറം തികഞ്ഞു. നേരത്തെ എത്തിയോ നിങ്ങൾ? ഓഫീസ് വിട്ടുവരാൻ സമയമായിരുന്നില്ല. എന്നും താൻ വന്നു കഴിഞ്ഞാണ് അവരുടെ മടക്കം. നിങ്ങൾ ആരും എത്തിയിട്ടില്ല, താക്കോൽ ഞങ്ങളുടെ കയ്യിലാണെന്നും പറഞ്ഞ് കുറച്ചു നേരത്തെ ഇറങ്ങി. വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന പലഹാരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു രാധികയും യമുനയും. തന്റെ ഓഹരി കയ്യിൽ വാങ്ങുമ്പോൾ ഉള്ളിൽ ജാള്യമുണർന്നു. വെറും കൈയോടെയാണ് തന്റെ വരവ്. ഒരു മിഠായി പോലും കയ്യിൽ കരുതിയിട്ടില്ല. ആകെ ഇനി നീക്കിയിരിപ്പുള്ളത് 10-15 രൂപയാണ്. അതും കൊണ്ട് ഈ ഒരു മാസം തള്ളി നീക്കണം. ശമ്പളമൊക്കെ നേരത്തെ വാങ്ങിപ്പോയിരിക്കുന്നു. യാത്രാ ചെലവിനുള്ളത് മാത്രമേ എടുത്ത് ബാക്കിയുള്ളത് അച്ഛനെ ഏൽപ്പിച്ചു. വീട്ടിലെ ചെലവിന് അത് തികയില്ലെന്നറിയാം. ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ എല്ലാം താളം തെറ്റും. കഴിയുന്നതും ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രി തന്നെയാണ് ശരണം. അവിടെയും മരുന്ന് പുറത്തുനിന്ന് എടുക്കാനാണ് എഴുതി കൊടുക്കുന്നത്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ശ്യാമിന് ചെവിവേദന വന്നിട്ട് കുറച്ചൊന്നുമല്ല വീടും ആശുപത്രിയുമായി നടന്നതെന്ന് ദേവി പറഞ്ഞതോർത്തു. മരുന്ന് പുറത്തുനിന്ന് എടുക്കേണ്ടി വന്നു. കടയൊഴിയാൻ വേണ്ടി അച്ഛൻ കൈപ്പറ്റിയ പ്രതിഫലത്തിൽ നിന്നും നല്ലൊരു ഭാഗം അങ്ങനെ ചെലവായി. തീർത്തും അസുഖം മാറിയിട്ടില്ല ശ്യാമിന്. ഇടയ്ക്കിടെ ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്നുണ്ട്. കാറ്റും വെള്ളവും തട്ടാതെ സൂക്ഷിക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈശ്വരാ, കുട്ടിക്ക് കൂടുതലായി ഇനിയൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ചേച്ചിയോടെ പള്ളിക്കൂടത്തിൽ എന്നെയും കൊണ്ടുപോകണം. ശ്യാം തന്നിൽ നിന്ന് ഉറപ്പു വാങ്ങിയതോർത്തു. പുസ്തകവും സ്ലേറ്റും ആകെയുണ്ടായിരുന്ന ഒരു ജോഡി ഉടുപ്പും തനിയെ എടുത്തു വെക്കുക പോലും ചെയ്തതാണ്. ഉറക്കി കിടത്തിയിട്ടാണ് ഇറങ്ങിപ്പോന്നത്. രാവിലെ അവൻ ബഹളം കൂട്ടിയിട്ടുണ്ടാകും. സ്കൂളിൽ പോക്കും നടന്നിട്ടുണ്ടാവില്ല. ഓർക്കുമ്പോൾ സ്വയം അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. അറിഞ്ഞോ മായേ, അവിടുത്തെ ആ ഭ്രാന്തനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിന്നിയമ്മയുടെ സ്വരമാണ് സ്ഥലകാല ബോധമുളവാക്കിയത്. പായ നിവർത്തി ഒന്ന് തലചായ്ക്കാമെന്ന് കരുതിയതാണ്. ചിന്നമ്മ തൊട്ടരികിൽ വന്നു നിന്നു. ഞാൻ അറിഞ്ഞു. പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും കൂടാതെ പറഞ്ഞു. തണുത്ത പ്രതികരണം ചിന്നമ്മ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി.
സൈനബ് പറഞ്ഞിട്ടുണ്ടാവുമെന്നറിയാം. ഇനിയിപ്പം അത്ര അടുപ്പമൊന്നും വേണ്ട കേട്ടോ. അങ്ങോട്ടൊക്കെ കയറി ചെല്ലുന്നതും സൂക്ഷിച്ചു വേണം. താക്കീതിന്റെ ധ്വനി ഉണ്ടായിരുന്നു ആ സ്വരത്തിൽ. ഞാൻ അവിടേക്ക് അങ്ങനെയൊന്നും പോകാറില്ലല്ലോ ചിന്നമ്മേ. എനിക്കറിയാം. എന്നാലും ഒരു മുന്നറിയിപ്പ് തന്നതാണ്. അസുഖമൊക്കെ ഭേദമായിട്ടാ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. എന്നാലും സൂക്ഷിക്കണം. ആര് പറഞ്ഞു അത്? കോയാക്ക. പിന്നീടൊന്നും ചോദിക്കാൻ നാവുയർന്നില്ല. കതക് ചാരി ചിന്നമ്മ പോകുന്നതുവരെ കണ്ണടച്ചു കിടന്നു. കോയാക്ക പറഞ്ഞതിൽ നിന്നും സത്യം വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മനസ്സ്. സൈനബുവിന്റെ മുഖത്ത് തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നോർക്കുകയും ചെയ്തു. ആൾ പഴയ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവളാണല്ലോ കൂടുതൽ സന്തോഷിക്കേണ്ടത്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും സൂക്ഷിക്കുന്നത് നന്ന്. സ്ഥിരബുദ്ധിയില്ലാത്ത ഒരാൾ ആ വീട്ടിലുണ്ടെന്ന ഓർമ്മ സദാ ഉള്ളിലുണ്ടാവണം. പഴയതുപോലെ ഓടിക്കയറി ചെല്ലാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയൊരു തീരുമാനമെടുത്തതിന് ശേഷവും നിരുത്സാഹത്തിന്റെ പിടിയിൽ നിന്നും മനസ്സിന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നില്ല. അശാന്തിയുടെ ഒരു രാവ് എങ്ങനെയൊക്കെയോ കടന്നുപോയി. പ്രഭാത കൃത്യങ്ങളിൽ മുഴുകുമ്പോഴും കുളിക്കാൻ പോയി വരുമ്പോഴുമൊക്കെ കണ്ണുകൾ മാളികപ്പുരയിലേക്ക് വീണിരുന്നു. പതിവ് പോലെ ശൂന്യമായിരുന്നു അവിടം. അസാധാരണമായ ഒന്നും കാഴ്ചപ്പാടിലുണ്ടായിരുന്നില്ല. സ്കൂളിലേക്കുള്ള നടവഴിയിൽ വെച്ചാണ് ഒരു നോക്ക് കാണാൻ തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ആളിനെ കണ്ടുമുട്ടുന്നത്. മുമ്പുണ്ടായ ഓരോ കൂടിക്കാഴ്ചയും നടന്ന അതേ സ്ഥലം. വെട്ടുവഴിയിൽ നിന്ന് പാടത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ എതിരെ കയറി വന്നു. മനസ്സ് ഒരു നിമിഷം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഒരു രംഗം. തികച്ചും യാദൃശ്ചികമെന്ന പോലെയാണ് ആ വരവ്. തലതിരിച്ച് മുഖത്തേക്ക് ഒരു നോട്ടമെറിഞ്ഞ് കടന്നുപോയി. ഇങ്ങനെയൊരാൾ കൂടി ഇവിടെയൊക്കെ ഉണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ആ കടാക്ഷത്തിൽ ഉണ്ടാവും. കാലടികൾ പതറുന്നത് തൻ്റേതാണ്. പിന്നീട് സ്കൂളിലെത്തുന്നത് വരെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിയിരിക്കും. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് താൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ച മുഖമാണ് കൺമുമ്പിലൂടെ കടന്നുപോയതെന്ന് ഒട്ടൊരു വിസ്മയത്തോടെ ഓർക്കുകയും ചെയ്തു. ഒരു കടങ്കഥ പോലെ തോന്നുന്നു എല്ലാം. ഒരക്ഷരം പോലും ഇന്നുവരെ ഉരിയാടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ കണ്ണുകൾ എക്സ്റേ പോലെ തൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഒളിപ്പിച്ചു വച്ചതൊക്കെ തോണ്ടിയെടുക്കുന്നു. ആ ഭാവവും മിഴികളിലെ പ്രകാശവും കണ്ടില്ലെന്ന് നടിക്കാൻ മായയ്ക്കും കഴിയുന്നില്ല. നാട്ടിലേക്ക് പുറപ്പെടുന്നതിന്റെ അന്ന് രാവിലെയും ഈ കണ്ടുമുട്ടൽ ഉണ്ടായതാണ്. ഓരോ കൂടിക്കാഴ്ചയ്ക്കും നിശബ്ദമായ അന്തരീക്ഷവും കാട്ടുപൊന്തകളും മാത്രം സാക്ഷി. ശ്രദ്ധാപൂർവമാണ് ഓരോ ചലനവും. താൻ ലോഡ്ജിൽ നിന്നും ഇറങ്ങുന്ന സമയം കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. രാവിലെ എങ്ങോ പോയി വീട്ടിലേക്ക് മടങ്ങി വരുന്ന നാട്യമാണ് മുഖത്ത്. ഒന്നും കണ്ടില്ലെന്ന് നടിക്കാനാകുന്നില്ല. ഈശ്വര, മനസ്സിന്റെ പിടിവിട്ടുള്ള ഒഴുക്ക് എവിടെ ചെന്ന് അവസാനിക്കും? ഓർക്കും തോറും വ്യാകുലത ഏറുകയാണുള്ളിൽ. പ്രിയപ്പെട്ട മായയ്ക്ക് നിന്റെ മടക്കയാത്ര സുഖമായിരുന്നുവെന്ന് കരുതട്ടെ. ഞങ്ങളുടെ ഒപ്പം കൂടാതെ നീ സ്വയം ഒഴിഞ്ഞു മാറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എങ്ങനെ പറയേണ്ടു എന്ന് കരുതി വിഷമിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് നീ സ്വയം ഗ്രഹിച്ചെടുത്തത്. പറഞ്ഞു തുടങ്ങാനുള്ള ബുദ്ധിമുട്ടും എനിക്കങ്ങനെ ഒഴിഞ്ഞു കിട്ടി. നന്ദി. മായയുടെ മനസ്സിലുള്ള ഊഹം പോലെ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പും. സാബുവേട്ടൻ ആദ്യമൊക്കെ എനിക്കൊരു മാർഗദർശി മാത്രമായിരുന്നു. എപ്പോൾ മുതൽക്കാണ് ഇന്ദു ആ മനുഷ്യനെ ഒരു തണൽമരമാക്കിയതെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല മായേ. എന്തായാലും പിന്മാറില്ലെന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. പാരമ്പര്യവും കുടുംബമഹിമയും വിവാഹ കമ്പോളത്തിൽ പെൺകുട്ടികളുടെ മാർക്കറ്റ് ഉയർത്തില്ലെന്ന് മായയ്ക്ക് അറിയാമല്ലോ. വയസ്സേറുന്തോറും നിരാശയുടെ പിടിയിൽ അമർന്നു പോവുകയാണ് എൻ്റെ ചേച്ചി. വയസ്സ് 28 കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ 5-6 വയസ്സിന് വ്യത്യാസമുണ്ടെങ്കിലും ആ മനസ്സ് സ്വപ്നങ്ങളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു എന്ന സത്യം എനിക്കറിയാം. അച്ഛനും അമ്മയുമാണ് ഒന്നും അറിയില്ലെന്ന് ഭാവിക്കുന്നത്. എനിക്കിളയവർ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്ന പ്രായത്തിലും എത്തിയിരിക്കുന്നു. വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോൾ എനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവിക്കേണ്ടി വരുന്നു. എൻ്റെ അധ്വാനത്തിന്റെ ഫലം കണക്ക് പറഞ്ഞ് കയ്യിൽ വാങ്ങാൻ ധൃതി കൂട്ടുന്ന അമ്മയും നിസ്സംഗത്വം നടിക്കുന്ന ഒരച്ഛനും മക്കൾക്കൊരു ഭാവി ഉണ്ടാക്കി തരില്ലെന്ന ഗുണപാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം. ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടാനും മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാനുമുള്ളതൊന്നുമല്ല മായ. അത് ജീവിച്ച് തന്നെ തീർക്കണം. നിനക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. പണ്ട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്ന പ്രായത്തിൽ ഒരു രാജകുമാരന്റെ ചിത്രം ഞാൻ എൻ്റെ മനസ്സിന്റെ ഭിത്തിയിൽ കോറിയിട്ടിട്ടുണ്ടായിരുന്നു. ആ മുഖവും രൂപവും ഒക്കെ മായ്ച്ചു കളയാൻ കുറേയധികം ശ്രമപ്പെടേണ്ടി വന്നു എനിക്കിപ്പോൾ.
സാരമില്ല, സാബുവേട്ടന് ഒരു രാജകുമാരന്റെ രൂപസൗഭാഗ്യമില്ലെങ്കിലും ഒരു നല്ല തുണയായിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാണ് ഇനി നീ എന്റെ താവളത്തിലേക്ക് എഴുന്നള്ളുന്നത്? വരുന്ന സമയവും ദിവസവും കത്തിട്ടറിയിക്കുക. ബസ് സ്റ്റോപ്പിൽ ഞാൻ കാത്തു നിൽക്കാം. ശേഷം കാഴ്ചയിൽ സസ്നേഹം, നിന്റെ ഇന്ദു. മൂന്നാലാവർത്തി ആ കത്ത് വായിച്ചിട്ടും മനസ്സിന്റെ പിടച്ചിൽ അവസാനിച്ചിരുന്നില്ല. താൻ ഊഹിച്ചെടുത്തതിനേക്കാളേറെ എത്രയോ കാതം മുന്നോട്ടു പോയിരിക്കുന്നു ഇന്ദു. ഇനി അവളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആ നിശ്ചയദാർഢ്യം മറ്റുള്ളവരെക്കാളേറെ തനിക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഒരു ദിവസം ഇന്ദു താമസിക്കുന്നിടത്തേക്ക് ചെല്ലണം. നേരിൽ കണ്ടപ്പോഴും അവൾ വല്ലാതെ നിർബന്ധിച്ചിരുന്നു. ചിന്നമ്മയെയും കൂടി കൂട്ടിന് വിളിക്കാം. അവളുടെ സൗകര്യവും കൂടി നോക്കി വേണം ചെല്ലുന്ന കാര്യത്തിന് ഇന്ദുവിന് കത്തെഴുതാൻ. അയ്യൂബിന്റെ പരീക്ഷാഫലം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിൽ ആശ്വാസത്തിന്റെ തണുപ്പ് വീണു. അവന് പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ മാർക്കുണ്ട്. പ്രത്യേകിച്ച് കണക്കിനും ഇംഗ്ലീഷിനും. കൈവിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് താൻ ഭഗീരഥ പ്രയത്നം നടത്തിയതിന് ഫലമുണ്ട്. ബുദ്ധിയുള്ള കുട്ടിയാണ് അയ്യൂബ്. ഒന്ന് സഹായിക്കുകയേ വേണ്ടൂ. പഠിക്കുന്ന കാര്യത്തിൽ ഒരടുക്കും ചിട്ടയും വരുത്തുകയായിരുന്നു ആദ്യം. ആ പാഠ്യക്രമത്തിലൂടെ തന്നെ അവൻ മുന്നോട്ടു പോയി. ചാരിതാർത്ഥ്യത്തിന്റെ തിളക്കം ഉള്ളിൽ പേറിയിരുന്ന നിമിഷങ്ങളായിരുന്നു അവ. സൈനബുവിനെ പഴയതുപോലെ പുറത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല. പതിവായി പത്രം കൊണ്ടുതരുന്നത് അയ്യൂബാണ്. വെള്ളിയാഴ്ചകളിൽ മാത്രം കുശലാന്വേഷണങ്ങളുമായി സൈനബു അവരുടെ പറമ്പിന്റെ അതിരിൽ വന്നു നിൽക്കും. പ്രസരിപ്പും ചൊടിയുമൊക്കെ അവളിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നതറിഞ്ഞു. ഒരിക്കൽ പോലും ഭർത്താവിന്റെ സുഖവിവരങ്ങൾ സംഭാഷണത്തിൽ കടന്നു വന്നില്ല. താൻ ഒട്ടും ചോദിച്ചതുമില്ല. മനഃപൂർവ്വമായിരുന്നു അതും. അസുഖം തീർത്തും മാറിയിട്ടില്ലെന്ന് അയ്യൂബിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരുന്നു. താൻ അന്വേഷിച്ചും മനസ്സിലാക്കുകയാണ് ഉണ്ടായതും. ഇക്കാക്കാനെ കണ്ടാല് പേടി തോന്നും ടീച്ചറെ. എല്ലാവരെയും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഉമ്മാനെ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഒന്ന് നിർത്തി അവൻ തുടർന്നു. ഉമ്മാക്ക് എപ്പോഴും കരച്ചില് തന്നെ. എന്നെയും കൊച്ചിക്കാനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയും. അയ്യൂബിന്റെ കണ്ണുകളിൽ നനവിന്റെ തിളക്കം കണ്ടു. മോൻ കരയരുത്. ഇതൊന്നും കണ്ട് മനസ്സ് വിഷമിക്കുകയും ചെയ്യരുത്. പഠിച്ച് മിടുക്കനാവണം. അപ്പോഴേ ഉമ്മായ്ക്ക് സമാധാനമാകൂ. തികട്ടി വന്ന സങ്കടം കടിച്ചൊതുക്കുന്നതിനിടയിൽ അവൻ തലയാട്ടി. കൊച്ചിക്കായും ഇങ്ങനെയാ പറയുന്നേ, പഠിച്ച് വലിയ ഡോക്ടർ ആകണമെന്ന്, എന്നിട്ട് ഇക്കാക്കാനെയൊക്കെ ചികിത്സിക്കണമെന്ന്. ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ എത്ര ശ്രമിച്ചിട്ടും വേർതിരിച്ചെടുക്കാനായില്ല. കുഴഞ്ഞ മനസ്സുമായി അയ്യൂബിനരികിൽ ഇരിക്കുമ്പോൾ ആ വാക്കുകൾ അപ്പോഴും ചെവിയിൽ ആർത്തലയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇക്കാക്കാനെയൊക്കെ ചികിത്സിക്കണമെന്ന്. സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും ആ വാക്കുകൾ തനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഈശ്വര, വരാൻ പോകുന്ന ദുർവിധിയെക്കുറിച്ചുള്ള ഭയം ആ മനസ്സിനെ എരിഞ്ഞമർത്തിയിരുന്നോ? എല്ലാം കണ്ടും കേട്ടും നിശബ്ദനായി കഴിഞ്ഞുകൂടുമ്പോഴും ആ മനസ്സ് ഭാവിയെക്കുറിച്ചോർത്ത് ഒരുപാട് വേദനിച്ചിരുന്നുവെന്ന് തനിക്കറിയാം. പുറമേ നടിച്ചിരുന്ന നിസ്സംഗത്വമൊക്കെ വെറുമൊരു മുഖംമൂടിയായിരുന്നു. കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോയപ്പോഴും അടിപതറാതെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന ആളിന്റെ യഥാർത്ഥ മുഖം കാണേണ്ടി വന്നതും തനിക്കാണ്. തനിക്ക് മാത്രം. മായയുടെ മുമ്പിൽ അബുവിന് മുഖപടമുണ്ടായിരുന്നില്ല. അധ്യായം 14. ശനിയാഴ്ചയായിരുന്നു അന്ന്. പിറ്റേന്ന് ഇന്ദുവിന്റെ അടുക്കലേക്ക് പോകാൻ നിശ്ചയിച്ചിരുന്ന ദിവസവും. ചിന്നമ്മയുണ്ടാകും കൂട്ടിന്. രാവിലെ തന്നെ യാത്ര പുറപ്പെടുന്ന വിവരം കാണിച്ച് ഇന്ദുവിനെ എഴുതുകയും ചെയ്തു. ബസ് കയറേണ്ടത് എവിടെ നിന്നാണെന്നൊക്കെ കുമുദിനി ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. സ്കൂളിന് മുന്നിലുള്ള സ്റ്റോപ്പാണ് തനിക്ക് സൗകര്യം. നേരെയുള്ള ബസ് കിട്ടും. 1-1.25 മണിക്കൂർ യാത്രക്കെടുക്കും. അതുകൊണ്ട് കുറച്ചു നേരത്തെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇരുട്ട് വീഴുന്നതിനു മുമ്പ് മടങ്ങുകയും വേണം. ഇല്ലെങ്കിൽ ലോഡ്ജിലേക്കുള്ള വഴി നടക്കാൻ ബുദ്ധിമുട്ടാകും. മറുപടി കത്തിൽ ഇന്ദു താമസ സ്ഥലത്തേക്കുള്ള വഴിയൊക്കെ വിശദമായി എഴുതിയിരുന്നു. ടൗണിൽ തന്നെയാണത്. നടന്നു പോകാവുന്ന ദൂരമേയുള്ളൂ. ബസ് നടത്തേണ്ട ഊഴം തനിക്കും ചിന്നമ്മയ്ക്കുമായിരുന്നതുകൊണ്ട് ധൃതി പിടിച്ചാണ് സ്കൂളിൽ നിന്നും മടങ്ങിയത്. രാധികയും കൂട്ടരുമൊക്കെ ലോഡ്ജിലുണ്ടെന്നറിയാം. ചിലപ്പോൾ കാപ്പിയിട്ട് വെക്കാനുള്ള സന്മനസ് കാട്ടിയെന്നിരിക്കും. വെള്ളിയാഴ്ചകളിൽ താൻ ചെയ്യുന്നതിനുള്ള പ്രത്യുപകാരം. സംസാരത്തിലും ഇടപഴകലിലുമൊക്കെയാണ് അന്തസ്സും ആഭിജാത്യവും പുലർത്തുന്നത്. പടിപ്പുരയ്ക്കടുത്തെത്തിയപ്പോൾ വെറുതെ കണ്ണുകൾ ഉള്ളിലേക്ക് പാഞ്ഞു. മുറ്റത്ത് ആരുടെയോ തലവെട്ടം കണ്ടു. ചേക്കുട്ടിയോ കോയാക്കയോ ആവും. അല്ലെങ്കിൽ ഹസനയ്ക്കയെ നോക്കുന്ന ആൾ.
ഒരു നോട്ടക്കാരൻ സദാസമയവും ഒപ്പമുണ്ടാവുമെന്ന് അയ്യൂബ് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ 2 പേരുണ്ടായിരുന്നു കാവലിന്. എന്നിട്ടും അവരുടെയും കണ്ണ് തെറ്റിച്ചാണ് കടലിനടുത്തേക്ക് ഇറങ്ങിച്ചെന്നത്. കുളിപ്പിക്കാൻ കൊണ്ടുപോയ വഴിക്കായിരുന്നു, കടൽ തീരത്തായിരുന്നു ആ പള്ളി. അതറിഞ്ഞതിന് ശേഷം അബുവിന് തീരെ സമാധാനമുണ്ടായില്ല. അതാ ഇങ്ങ് കൊണ്ടുവന്നത്. സൈനബു പറഞ്ഞതോർക്കുന്നു. എന്നെ കണ്ടാലും മിണ്ടാട്ടമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ കണ്ടാലും തിരിച്ചറിയുന്നില്ല മായേ. ഉപ്പാന്ന് വിളിച്ച് കൊതി തീർന്നിട്ടില്ല മുനീറിന്. നിന്റെ കുഞ്ഞുങ്ങളുടെ ഒരു തലയിലെഴുത്ത്. ഒക്കത്തിരുന്ന താരിഖിന്റെ നെറുകയിലേക്ക് മുഖമമർത്തിക്കൊണ്ട് സൈനബു വിങ്ങിപ്പൊട്ടി. എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക എന്നറിയാതെ കുഴങ്ങുകയായിരുന്നു താൻ. ഒരു വെള്ളിയാഴ്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് ലോഡ്ജിലേക്ക് വന്നതാണ് സൈനബു. മുനീറിനും കൂടി 2 അക്ഷരം പറഞ്ഞു കൊടുക്കണമെന്ന ആവശ്യവുമായാണ് വന്നത്. അടുത്ത കൊല്ലം സ്കൂളിൽ ചേർക്കണം. വയസ്സ് 5 കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ലേറ്റും പെൻസിലുമൊക്കെ വാങ്ങിക്ക്. പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. തനിക്കതിൽ പരിപൂർണ സന്തോഷമായിരുന്നു. മുനീറിന്റെ മുഖം കാണുമ്പോൾ ശ്യാമിനെയാണ് ഓർമ്മ വരിക. അവനെ മടിയിൽ പിടിച്ചിരുത്തി സ്ലേറ്റിൽ അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി പഠിപ്പിക്കുമ്പോഴൊക്കെ ശ്യാം തൻ്റെ അരികിലുള്ള പ്രതീതിയാണ്. തന്നെ കാണുമ്പോൾ നിഷ്കളങ്കമായ ഒരു ചിരിയുണ്ടാവും മുനീറിന്റെ മുഖത്ത്. ടീച്ചറെ എന്നുള്ള സംബോധനയിൽ നറും നിലാവിന്റെ വശ്യത നിറഞ്ഞു നിൽക്കും. ഈശ്വര, ഈ കുഞ്ഞുങ്ങൾക്കൊരിക്കലും അവരുടെ ഉപ്പായുടെ ഗതി വരുത്തരുതേ. ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിച്ചു പോവുകയാണ്. ഒരു കൂരയ്ക്ക് കീഴെ കഴിഞ്ഞിട്ടും പിതാവിന്റെ വാത്സല്യം നുകരാനുള്ള ഭാഗ്യം ആ കുട്ടികൾക്കില്ലെന്നോർത്തു. താഴത്തെ ഏതോ മുറിയിലാണ് അയാളെ പാർപ്പിച്ചിരിക്കുന്നത്. രാത്രിയിൽ മുറി പുറത്തുനിന്ന് പൂട്ടി വരാന്തയിൽ കാവലിനുള്ള ആൾ കിടക്കും. സൈനബുവും കുഞ്ഞുങ്ങളും അയ്യൂബുമൊക്കെ ഉമ്മയുടെ മുറിയിൽ തന്നെയാണ് കിടപ്പ്. മാളികപ്പുര ഉപയോഗിക്കുന്ന ഒരേ ഒരാൾ മാത്രം, വല്ലപ്പോഴും കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖത്തിനുടമ. ഒടുവിൽ കണ്ടത് ഇന്നലെ ഉച്ചയ്ക്കാണ്. പള്ളിയിൽ പോകുന്ന വഴി. മടങ്ങി വരുമ്പോഴും താൻ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. പത്രം വായിക്കുകയാണെന്ന നാട്യത്തിൽ. പഴയതുപോലെ ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കാൻ വേണ്ടി ചുമരുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ മനസ്സ് കൂട്ടാക്കിയില്ല. സന്ധ്യയാകുന്നതിനു മുമ്പ് ഇങ്ങെത്തണം. പടിയിറങ്ങുമ്പോൾ നന്ദിനി ചേച്ചി ഓർമ്മപ്പെടുത്തി. വൈകില്ല, ഞാൻ ഉറപ്പുകൊടുത്തു. പടിപ്പുരയുടെ അടുത്തെത്തിയപ്പോൾ യാന്ത്രികമായി നോട്ടം വെറ്റിലപ്പറമ്പിലേക്ക് വീണു. മുറ്റം വിജനമാണ്. ഈ യാത്രയെക്കുറിച്ച് സൈനബുവിനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കും അറിയാം. സാധാരണ ഞായറാഴ്ചകളിൽ അവർ വരാറില്ല. മറ്റുള്ളവർക്ക് അസൗകര്യമാണെന്ന് കരുതി സ്വയം വരാതിരിക്കുന്നു. ഇന്ന് സ്കൂളിലല്ലോ ടീച്ചർമാരെ, എവിടേക്കാ 2 പേരും കൂടി? എതിരെ നടന്നു വന്ന കന്നുപൂട്ടുകാരൻ പയ്യൻ ചോദിച്ചു. ലോഡ്ജിലുള്ള എല്ലാവരും ചുറ്റുവട്ടത്തുള്ളവർക്ക് ടീച്ചറമ്മമാരാണ്. അടുത്തൊരിടത്തേക്കാണ്, ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക്. ചിന്നമ്മയുടെ മറുപടി. വിരുന്നു പോവാ? അതെ. പയ്യൻ കടന്നുപോയി കഴിഞ്ഞതിന് ശേഷം ചിന്നമ്മ പറഞ്ഞു. ഒഴിവ് ദിവസങ്ങളിൽ പുറത്തേക്കിറങ്ങിയാൽ ആൾക്കാർക്ക് ആകാംക്ഷയാണ്. ഇനിയും നോക്കിക്കോ, കാണുന്നവരൊക്കെ ചോദിക്കും. എന്തായാലും അധികം ആൾക്കാരോട് മറുപടി പറയേണ്ടി വന്നില്ല. വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലെത്തിയ ഉടനെ തന്നെ തങ്ങൾക്ക് പോകേണ്ട സ്ഥലപ്പേരും വഹിച്ചുകൊണ്ട് ബസ് വന്നു. ഇരിക്കാൻ സീറ്റ് കിട്ടി. നിൽക്കുകയാണ് ഭേദമെന്ന് പിന്നീട് തോന്നി. വളവും തിരിവും കയറ്റവും ഇറക്കവും കാരണം പിടിച്ചിരുന്നില്ലെങ്കിൽ തെന്നി വീഴുമെന്ന് ഉറപ്പ്. പോരാഞ്ഞ അമിത വേഗവും. സൂക്ഷിച്ചിരുന്നോ, ഇടയ്ക്ക് ചിന്നമ്മ ഓർമ്മപ്പെടുത്തി. ഗ്രാമപാതയിലൂടെ തന്നെയാണ് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നോക്കത്താവുന്ന ദൂരത്തൊക്കെ വയലോലകളും തെങ്ങിൻ തോപ്പുകളും അങ്ങിങ്ങായി നീലമലകളും തലയുയർത്തി നിൽക്കുന്നു. ചിന്നമ്മയുടെ വാച്ചിൽ 1-2 തവണ സമയം നോക്കി. ഒരു വാച്ച് സ്വന്തമാക്കാൻ തനിക്കിനിയും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നോർക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ അത്യാവശ്യത്തിനുള്ളത് മാത്രം കയ്യിലെടുത്ത് അച്ഛൻ്റെ പേരിൽ അയക്കുകയായിരുന്നു. ബീഡി തെറുപ്പിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്നറിയാം. മണ്ണെണ്ണ വിളക്കിന്റെ പുകയും ശ്വസിച്ച് രാവേറി ചൊല്ലുന്നത് വരെ ഒരേ ഇരിപ്പിരുന്ന് ബീഡി തെറുക്കുന്ന അച്ഛൻ്റെ മെല്ലിച്ച രൂപം ഇപ്പോഴും കൺമുമ്പിലുണ്ട്. ഇടയ്ക്ക് ഉയർന്നു കേൾക്കാറുള്ള ചുമ പോലും കാതിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. കൊഴിഞ്ഞു വീണ ഓരോ രാവുകളിലും തൻ്റെ ഉറക്കം കെടുത്തുന്നതും ആ ഓർമ്മകൾ തന്നെ. ആ ദുര്യോഗങ്ങൾക്കൊക്കെ എന്നാണ് ഇനി ഒരു അവസാനം ഉണ്ടാവുക? ആ കത്തെടുത്ത് വെച്ചിട്ടുണ്ടോ മായേ? ലോഡ്ജിലേക്കുള്ള വഴിയെക്കുറിച്ച് ഇന്ദു എഴുതിയിരുന്ന കത്തിനെക്കുറിച്ചാണ്. എടുത്തിട്ടുണ്ട്.
ആ വരികൾ ഇപ്പോൾ ഹൃദ്യസ്ഥമായിരിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് താലൂക്ക് ആസ്പത്രി വരെ നടക്കുക. അതിന്റെ ചുറ്റുമതിലിനോട് ചേർന്ന് കാണുന്ന നിരത്തിലൂടെ 2 ഫർലോങ് മുന്നോട്ട് നടന്നാൽ ലോഡ്ജായി. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടൗൺ GHSലെ ടീച്ചേഴ്സ് താമസിക്കുന്നിടം അന്വേഷിച്ചാൽ മതി. പെണ്ണുങ്ങൾ മാത്രമുള്ള വീടായതുകൊണ്ട് ഏതു വഴിപോക്കനും അറിയാം, കൊണ്ടാക്കിത്തരും. ഇന്ദുവിന്റെ വിവരണം നീണ്ടുപോകുന്നു. ആ കത്ത് വായിച്ചവരൊക്കെ സ്വയം അറിയാതെ ചിരിച്ചുപോയതോർക്കുന്നു. വത്സലയാണ് സ്റ്റാഫ് റൂമിലിരുന്ന് ആ വരികൾ ഉറക്കെ വായിച്ച് ചുറ്റും ഇരുന്നവരെ കേൾപ്പിച്ചത്. കത്ത് വായിച്ച് താൻ ചിരിയമർത്തുന്നത് കണ്ട് അവൾ അടുത്തുകൂടുകയായിരുന്നു. ഇന്ദു എഴുതിയിരുന്നത് തമാശയായിരുന്നില്ലെന്ന് മനസ്സിലായി. എതിരെ നടന്നു എന്ന മധ്യവയസ്സ് പിന്നിട്ട ഒരു മനുഷ്യനോട് ഒന്ന് ചോദിക്കുകയേ ചെയ്തുള്ളൂ. അയാൾ തിരിഞ്ഞു നിന്ന് വീട് ചൂണ്ടിക്കാട്ടി തന്നു. പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇന്ദു. ഗേറ്റ് കടന്നു ചെന്നപ്പോഴേ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. നോക്കിയിരിക്കുകയായിരുന്നു ഇതുവരെ. കൈകൾ മുറുകെ പിടിക്കുന്നതിനിടയിൽ ആ മുഖത്ത് ആഹ്ലാദം തിരിയടിക്കുന്നതറിഞ്ഞു. ചെറിയ വീടായിരുന്നു അത്. വലിയ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ദു അടക്കം 8 പേരാണ് അന്തേവാസികൾ. എല്ലാവരെയും അവൾ വിളിച്ചു വരുത്തി പരിചയപ്പെടുത്തി. അതിഥികളുടെ ആഗമനം അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു തോന്നും. നിങ്ങളുടെ ആ പട്ടിക്കാട്ടിലുള്ള ലോഡ്ജ് പോലൊന്നുമല്ല ഇത്. കണ്ടു മനസ്സിലാക്ക്. സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ആദ്യ വാക്ക് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇന്ദു ഒച്ച താഴ്ത്തി പറയാതിരുന്നില്ല. സമ്മതിച്ചു തന്നിരിക്കുന്നു. പ്രതികരിക്കാൻ കഴിയാതെ വന്നു. വിഭവസമൃദ്ധമായ പ്രാതലും ഒരുക്കിയിരുന്നു അവൾ. ഉപ്പുമാവും ഏത്തപ്പഴം പുഴുങ്ങിയതും പാൽക്കാപ്പിയും. നാളുകളേറെ കഴിഞ്ഞിരുന്നു അങ്ങനെ രുചിയോടെ ആഹാരം കഴിച്ചിട്ട്. അറിയിച്ചു വന്നതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെയും പതിവുള്ള വെറും ഒരു കഞ്ഞി മാത്രമേ നിങ്ങൾക്കും കിട്ടുമായിരുന്നുള്ളൂ. പണ്ട് താൻ നൽകിയ സൽക്കാരം ഓർത്ത് മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയാവും അങ്ങനെ പറഞ്ഞതെന്ന് തോന്നി. ഉച്ചവരെ അതും ഇതുമൊക്കെ പറഞ്ഞിരുന്ന സമയം പോക്കി. സംഭാഷണത്തിൽ ഒരിക്കൽ പോലും സാബു ഏട്ടന്റെ പേര് അവൾ വലിച്ചിഴച്ചില്ല. താനും ആ ഭാഗത്തേക്ക് സ്പർശിച്ചതുമില്ല. നിങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഞാനൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് തിയേറ്റർ. ഇടയ്ക്ക് ഒരു മുന്നറിയിപ്പും കൂടാതെ ഇന്ദു പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നു അത്. വേണ്ട ഇന്ദു, ഉച്ച കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് പോകണം. പെട്ടെന്ന് തന്നെ തടഞ്ഞു. നല്ല ഫിലിമാണ്. ഇവിടെ എല്ലാവരും കണ്ടിരിക്കുന്നു. 5:30 മുമ്പ് ഫിലിം തീരും. അരമണിക്കൂർ ഇടവിട്ട് ബസ്സുണ്ട് മായ. സന്ധ്യയ്ക്ക് മുമ്പേ നിങ്ങൾക്കവിടെ എത്താം. ഏത് സിനിമയാണ് ഇന്ദു? ചിന്നമ്മയുടെ ചോദ്യം കേട്ടു. പണ്ടേ സിനിമാ ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്. നാട്ടിൽ ചെന്ന് 3-4 എണ്ണം ഒറ്റയടിക്ക് കണ്ടിട്ടാണ് വരുന്നത്. ഇന്ദു ഫിലിമിന്റെ പേര് പറയുന്നത് കേട്ടു. പത്രത്തിലൂടെ പലതവണ താൻ പരസ്യം കണ്ടതോർക്കുന്നു. പ്രശസ്തരായ അഭിനേതാക്കളൊക്കെ അണിനിരക്കുന്ന ചിത്രം. നമുക്ക് കണ്ടിട്ട് പോകാം മായ. എന്തായാലും ഇത്രയിടം വന്നതല്ലേ. ചിന്നമ്മയുടെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച സിനിമയാ. അവൾ തൻ്റെ കയ്യിൽ പിടിച്ചുലയ്ക്കാൻ തുടങ്ങി. കൊച്ചുകുട്ടികൾ നിർബന്ധം പിടിക്കുന്നത് പോലെ. ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ 2 പേരില്ലേ, എന്തിനാ പേടിക്കുന്നേ? 5:30 വണ്ടി കിട്ടിയാൽ 6:30 6:45 ആകുമ്പോഴേക്കും അങ്ങെത്താൻ. പ്ലീസ് മായ. മായ ഇനി തടസ്സമൊന്നും പറയണ്ട. നമ്മൾ എന്തായാലും ഇന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട്. ഇന്ദു അവസാന തീർപ്പ് കൽപ്പിച്ചു. ഉള്ളം പിടയ്ക്കുന്നതറിഞ്ഞു. നേരം ഇരുട്ടിക്കഴിഞ്ഞ് ലോഡ്ജിലേക്ക് നടക്കുന്ന കാര്യം ഓർക്കാനേ വയ്യ. അന്ന് നാട്ടിൽ പോകുമ്പോൾ ചേക്കുട്ടിയും കൂട്ടുവിളിച്ചാണ് ബസ് സ്റ്റേഷൻ വരെ പോയത്. നീണ്ട ഒരു ടോർച്ച് അവൻ കയ്യിലെടുത്തിരുന്നത് വലിയൊരു ആശ്വാസമായി. അബൂക്കാന്റെ ടോർച്ചാ. ചേക്കുട്ടി എപ്പോഴോ പറഞ്ഞു തന്നു. ചേക്കുട്ടി ചോദിച്ചു വാങ്ങിയതാണോ? ആകാംക്ഷ അടക്കി പിടിച്ച് താൻ ചോദിച്ചു. അല്ല, പോരുമ്പോൾ അബൂക്ക തന്നെ എടുത്തു തന്നതാണ്. അന്നും മനസ്സാ നന്ദി പറയുകയായിരുന്നു താൻ. സന്ധ്യ കഴിഞ്ഞാൽ ചൂട്ടും കത്തിച്ചാണ് സാധാരണ എല്ലാവരും വഴി നടക്കാറ്. അത് അത്യാവശ്യമാണ് താനും. ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ടാവും. അതൊക്കെ പറഞ്ഞ് ചിന്നമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. ഇന്ദു കേൾക്കാതെ തന്നെ. ഇരുട്ടാവുന്നതിനു മുമ്പ് എത്താൻ കഴിയും. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ചൂട്ടുകറ്റ ഒപ്പിക്കാം. എന്നിട്ട് നാട്ടുകാരെ കൂടി അറിയിക്കാനല്ലേ പെണ്ണുങ്ങൾക്ക് രാത്രിയാ സഞ്ചാരമെന്ന്. തനിക്ക് ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു. അടുക്കളയിൽ പോയ ഇന്ദു മടങ്ങി വരുന്നത് കൊണ്ട് പിന്നെ തർക്കിക്കാൻ കഴിഞ്ഞില്ല. ഊണും വിളമ്പി വെച്ചിട്ടായിരുന്നു ആ വരവ്. വിഭവ സമൃദ്ധമായിരുന്നു ഊണ്. മീൻ പൊരിച്ചതും കറി വെച്ചതും
രണ്ടു തരം തോരൻ, ഒഴിച്ചുകറി, പപ്പടം. എന്നും ഇവിടെ ഇങ്ങനെയാണെന്ന് ധരിക്കേണ്ട. നീ വരുന്നത് പ്രമാണിച്ച് ഞങ്ങളൊന്ന് ആഘോഷിക്കുകയാണ്. ഇന്ദു മറ്റുള്ളവരെ നോക്കി കണ്ണിറുക്കി ചിരിക്കുന്നത് കണ്ടു. ഊണ് കഴിഞ്ഞ ഉടനെ തന്നെ തിയേറ്ററിലേക്ക് പുറപ്പെട്ടു. ഇന്ദുവിന് ലൗലിയായിരുന്നു കൂട്ട്, അവളുടെ ഒപ്പം ജോലി ചെയ്യുന്ന കുട്ടി. ആ ലോഡ്ജിൽ അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ സിനിമ കാണാത്തവർ. ബസ് സ്റ്റാൻഡിനും ഹോസ്പിറ്റലിനും മധ്യയുള്ള വഴിയിലായിരുന്നു തിയേറ്റർ. ഒഴിവു ദിവസമായിരുന്നതുകൊണ്ട് ഏറെ തിരക്കും ഉണ്ടായിരുന്നു. നേരത്തെ പുറപ്പെട്ടതുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടിയത് തന്നെ. ഫിലിം ആസ്വദിക്കാനൊന്നും ശരിക്ക് കഴിഞ്ഞില്ല. ശ്രദ്ധ പലപ്പോഴും പതറി. വിഹ്വലമായ മനസ്സുമായാണ് 2-2.5 മണിക്കൂർ കഴിച്ചുകൂട്ടിയത്. മടക്കയാത്രയ്ക്കുള്ള ബസ്സിൽ കയറി പറ്റുന്നത് വരെ മനസ്സ് ചിറകടിച്ചുകൊണ്ടിരുന്നു. വണ്ടി സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നതും കാത്ത് ഇന്ദുവും ലൗലിയും നിന്നു. നമുക്ക് താഴത്തങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പോകാമായി, അതല്ലേ എളുപ്പം. ബസ്സിലിരിക്കുമ്പോൾ ചിന്നമ്മയ്ക്ക് ബുദ്ധി ഉദിച്ചു. മറുപടി പറഞ്ഞില്ല. ദേഷ്യം കടിച്ചമർത്തുകയായിരുന്നു. പിന്നീട് തോന്നി ചിന്നമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്. പകുതി വഴി നടന്നാൽ മതി. ഏറെ ഭാഗവും റോഡാണ്. പിന്നെ കുറച്ച് പറമ്പും കയറി ഇറങ്ങണം. താൻ ഒഴിച്ചുള്ളവരൊക്കെ എന്നും നടന്നു പോകാറുള്ള വഴി. ടിക്കറ്റ് ടൗണിലേക്ക് തന്നെ എടുത്തു. നോക്കിയിരുന്ന ചിന്നമ്മയുടെ മുഖത്ത് വിരിഞ്ഞ നേരിയ പുഞ്ചിരി കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു. അങ്ങാടിയിൽ ഇറങ്ങിയപ്പോഴേക്കും ചുറ്റിനും ഇരുൾ പടർന്നു കഴിഞ്ഞിരുന്നു. പരിചയക്കാരുടെ കണ്ണിൽ ചെന്നുപെടരുതേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാലുകൾ നീട്ടിവച്ചത്. സന്ധ്യാസമയമായതുകൊണ്ട് അങ്ങാടിയിൽ നല്ല തിരക്കുണ്ട്. ഒപ്പം ജോലി ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ പിന്നീട് ചോദ്യശരങ്ങൾ ഉണ്ടാവും. ഇത്രയും വൈകിയതിന് എന്ത് നുണയാണ് പറയുക? സത്യം പറയാൻ വയ്യ. ഒന്ന് പതിയെ നടക്കുമായ, പിന്നിൽ നിന്നും ചിന്നമ്മ വിളിച്ചു പറഞ്ഞു. നടത്തം പതുക്കെയായി. ഒപ്പമെത്താൻ ഓടി വന്ന ചിന്നമ്മ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഷോ, എന്തൊരു സ്പീഡാ മായിക്ക്! ഒരാൾ കൂടി ഒപ്പമുണ്ടെന്ന ഒരു വിചാരമേ ഇല്ല. ഒട്ടുമില്ല. സ്വരം കർക്കശമാക്കി. ദേഷ്യമാണിപ്പോഴും അല്ലേ? ഊവെന്നും ഇല്ലെന്നും പറഞ്ഞില്ല. നിശബ്ദം മുന്നോട്ട് നടന്നു. കാലുകളുടെ വേഗത നിയന്ത്രിക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ അവൾക്കിനിയും തന്റെ ഒപ്പമെത്താൻ ഓടേണ്ടി വരും. വഴിവിളക്കുകൾ കണ്ണ് ചിമ്മി തുടങ്ങിയിട്ടുണ്ടെങ്കിലും നിരത്തിനിരുവശത്തും ഇരുട്ട് ഉരുണ്ടുകൂടി കിടക്കുന്നു. ഈശ്വരാ, ഇനി ആ പറമ്പ് എങ്ങനെയാണ് ഒന്ന് കടന്നു കിട്ടുക? ഒന്നുറക്കെ നിലവിളിച്ചാൽ പോലും ആരും കേൾക്കുന്ന ഇടവുമല്ല. നമുക്ക് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു ചൂട്ടുകറ്റ വാങ്ങി കത്തിച്ചിട്ട് പോകാം. ചിന്നമ്മയെയും ഭയം പിടികൂടി കഴിഞ്ഞിരുന്നു. എവിടുന്ന് വാങ്ങാൻ? ദേ ആ വീട്ടിൽ നിന്ന്. അവൾ കുറച്ചപ്പുറത്ത് കണ്ട ഒരു പുരയിലേക്ക് കൈ ചൂണ്ടി. തനിക്ക് പരിചയമുള്ള വീടാണ്. നാട്ടീന്ന് വരുന്ന വഴിയാണെന്ന് പറയാം. ചിന്നമ്മയ്ക്ക് എവിടെ നിന്നോ ധൈര്യം വീണ് കിട്ടി. അല്ല, സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണെന്ന് തന്നെ പറഞ്ഞേക്ക്. ഉള്ളിലെ അമർഷം പതഞ്ഞു പൊങ്ങി. കേട്ടത് ശ്രദ്ധിക്കാത്ത മട്ടിൽ അവൾ നടക്കാൻ തുടങ്ങിയതാണ്. എതിരെ വന്നു വീണ ടോർച്ചിന്റെ വെളിച്ചം കണ്ട് പതുങ്ങി നിന്നു. തങ്ങൾക്ക് വഴി തിരിയേണ്ടിയിരുന്നിടത്ത് നിന്ന് ആരോ വരുന്നുണ്ടായിരുന്നു. വെള്ളവസ്ത്രം ആ ഇരുട്ടിലും കണ്ണിൽപ്പെട്ടു. മുഖം വ്യക്തമാകുന്നില്ല. വഴിമുടക്കി നിന്നവരുടെ മുഖത്തേക്ക് വെളിച്ചം വീണു. ഉള്ളു പിടയ്ക്കുന്നതറിഞ്ഞു. പരിചയക്കാരൊന്നും ആവരുതേ. എന്താ ഇവിടെ നിൽക്കുന്നത്? ചിരപരിചിതമായ ശബ്ദം. ഒരിക്കലേ കേട്ടിട്ടുള്ളൂവെങ്കിലും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടന്നിരുന്ന സ്വരം. അബു. യാദൃശ്ചികതയുടെ അമ്പരപ്പ് വിട്ടൊഴിഞ്ഞപ്പോൾ ശരീരത്തിലൂടെ നേരിയൊരു വിറയൽ പാഞ്ഞു പോകുന്നതറിഞ്ഞു. വെളിച്ചമില്ലാഞ്ഞ് എന്താ വേണ്ടതെന്നറിയാതെ നിന്നതാണ്. ചിന്നമ്മയാണ് മറുപടി പറഞ്ഞത്. അവൾക്ക് ആളിനെ മനസ്സിലായെന്ന് തോന്നി. ഇത് കൊണ്ടുപോയിക്കോളൂ. ടോർച്ച് ഇരുവർക്ക് നേരെ നീണ്ടുവരുന്നത് കണ്ടു. തടയാൻ കഴിയുന്നതിനു മുമ്പ് ചിന്നമ്മ അത് വാങ്ങിയിരുന്നു. അതങ്ങ് കൊടുത്തേക്ക്. തിരിച്ചു വരേണ്ടതല്ലേ? നമുക്ക് അവിടെ നിന്നെങ്ങാനും ഒരു ചൂട്ട് വാങ്ങാം. നാവിന് എങ്ങനെയോ ജീവൻ വെച്ചു. ചൂട്ട് ഞാൻ വാങ്ങിക്കൊള്ളാം. പറഞ്ഞു കഴിഞ്ഞതും ആൾ നിരത്തിലേക്കിറങ്ങി നടന്നു പോയത് ഒരുപോലെ. മനസ്സ് നഷ്ടമായ നിമിഷങ്ങൾ. അങ്ങേര് എങ്ങനെയെങ്കിലും വരും. മായ വാ. ടോർച്ചും തെളിയിച്ച് ചിന്നമ്മ പറമ്പിലേക്ക് കയറി കഴിഞ്ഞു. സാവധാനം നടന്നുപോയ ആ രൂപത്തെ ഒന്നുകൂടി നോക്കി ചിന്നമ്മയെ പിന്തുടരുമ്പോൾ തന്റെ മനസ്സ് പിടിവിട്ടു പോവുകയാണെന്ന് മായ അറിഞ്ഞു. അടുത്ത ഭാഗം നാളെ.